ശബരിമല യുവതീ പ്രവേശനത്തിൽ എൽ ഡി എഫിൻ്റെയും സി പി എമ്മിൻ്റെയും നിലപാട് എന്ത്? അത് പറഞ്ഞിട്ട് പോരെ അയ്യപ്പ സംഗമം എന്നാണ് യു ഡി എഫും ബി ജെ പിയും ചോദിക്കുന്നത്. എല്ലാവർക്കും സുഭാഷിതം ഡിജിറ്റൽ ചാനലിൽ സ്വാഗതം. ഈ ചാനൽ കാണുക, പ്രചരിപ്പിക്കുക, ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുക, സംഭാവനകൾ അയക്കണം, പിന്നെ അതുപോലെ തന്നെ പരസ്യങ്ങൾ നൽകണം, നിങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ശബരിമല യുവതീ പ്രവേശനത്തിൽ മുൻ നിലപാട് തന്നെയാണോ ഇപ്പോഴുള്ളതെന്ന്, അല്ല സുപ്രീം കോടതിയുടെ പറഞ്ഞതനുസരിച്ച് സ്ത്രീകളെ കയറ്റണമെന്ന് തന്നെയാണോ സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും സി പി ഐയുടെ ഒക്കെ നിലപാടെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അതുപോലെ തന്നെ കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്, ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ സർക്കാരിൻ്റെ ഒരു പ്രായച്ചിത്തമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേവസ്വം ബോർഡിനെ പിന്നിലാക്കി സർക്കാർ തന്നെ രംഗത്തിറങ്ങി പ്രായച്ചിത്തം ചെയ്യാൻ തീരുമാനിച്ചത് വലിയ രാഷ്ട്രീയമാണ്. അയ്യപ്പ സംഗമത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അയ്യപ്പന്മാരെ ദ്രോഹിച്ച ചരിത്രമാണ് എന്നും സർക്കാരിനുള്ളത്. ഈശ്വരവിശ്വാസികളെ സംഘടനകൾ പിന്തുണ നൽകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് NSS, SNDP ഒക്കെ സ്വാഭാവികമായിട്ട് ഏത് ഈശ്വരവിശ്വാസ കാര്യത്തിനും പിന്തുണ നൽകും, അതിൽ കാര്യമില്ല. പക്ഷേ സർക്കാരിൻ്റെ ഈ ഇരട്ടത്താപ്പ് കൃത്യമായി പുറത്ത് വരണം എന്നാണ് കെ സി വേണുഗോപാലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഒരു വിഷയത്തിൽ വീണ്ടും ബി ജെ പിയും യു ഡി എഫും ഒന്നിച്ചിരിക്കുകയാണ്. അപ്പോൾ എവർ ഇരട്ട ചങ്കാണെന്നും മല്ലനും മാധവനുമാണെന്നും ഒക്കെ പറഞ്ഞ് ഇപ്പോൾ അടുത്ത സി പി എം ട്രോളുകൾ വരും. എന്തായാലും വന്നു കഴിഞ്ഞു. എന്തായാലും അയ്യപ്പ സംഗമത്തിനെതിരെ വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ക്ഷേത്ര പരിസരം നിലനിർത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് എപ്പോഴും വേണ്ടത്. അയ്യപ്പ സംഗമത്തെ സ്വാഗതം ചെയ്യുന്ന NSS നിലപാടിനെ ബി ജെ പി എന്തായാലും സ്വാഗതം ചെയ്യുന്നുണ്ട്, SNDP നിലപാടിന്. അതേസമയം തന്നെ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് യു ഡി എഫും ബി ജെ പിയും തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ ശ്യാംകുമാറിനെ പോലുള്ള വേറെ ചില ചേട്ടന്മാർ വന്ന് ശബരിമല അയ്യപ്പൻ പണ്ട് ശാസ്താവായിരുന്നു, ശാസ്താവിന് മുമ്പേ അദ്ദേഹം ആദിവാസി വിഭാഗത്തിൻ്റെത്, അതുകൊണ്ട് അയ്യപ്പനെ തിരിച്ചു കൊടുക്കണം എന്ന് ചില ആളുകളും വന്ന് പറയുന്നത്. അപ്പോൾ ഒരു അയ്യപ്പനുണ്ട്, ഒരുപാട് കുട്ടി അയ്യപ്പന്മാരും ഉണ്ട്. എല്ലാ കാലവും ഒരു വിവാദമാണ്. അദ്ദേഹം കാനനത്തിൽ പോയി വസിച്ചെന്തിനാ? നൈഷ്ഠിക ബ്രഹ്മചാരിത്വം വഹിക്കുന്നതിനാ? ഈ ഒന്നിൻ്റെയും ശല്യം ഇല്ലാതിരിക്കാനാണ്, ഒരു വർഗത്തിൻ്റെയും ശല്യം ഇല്ലാതിരിക്കാനാണ് പുള്ളിക്കാരൻ കാട്ടിൽ പോയി ഇത്രയും സ്വസ്ഥമായി കാനനവാസനായി ഇരിക്കുന്നത്. അവിടെ പോയി തോണ്ടിപ്പറക്കി വൃത്തികേട് ഉണ്ടാക്കുക എന്നുള്ളത് മലയാളിയുടെ ഒരു വലിയ സ്വഭാവമായി മാറിയിട്ടുണ്ട്. അയ്യപ്പനെ വിട്ടേക്കുക, അയ്യപ്പ സംഗമം എന്നൊക്കെ പറയുന്ന വിശ്വാസികൾ നടത്തേണ്ട പരിപാടിയാണ്. യുക്തിവാദികളും നിരീശ്വരവാദികളും ഭൗതികവാദം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കൊന്നും ഇവിടെ ഒരു കാര്യമില്ല. അതുകൊണ്ട് അത് വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക. അയ്യപ്പ സംഗമം പോലുള്ള പരിപാടികൾ PR വർക്കും കാശടിക്കാനുള്ള പരിപാടികളുമായിട്ടാണെങ്കിൽ അതിൽ അഭിപ്രായമില്ല. അത് നടക്കട്ടെ, സന്തോഷം. അങ്ങനെയെങ്കിലും കുറച്ച് പേർക്ക് ജോലിയൊക്കെ കിട്ടട്ടെ, സദ്യ കഴിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ അയ്യപ്പൻ്റെ പേരിൽ ഇതൊന്നും വേണ്ടായിരുന്നു.